അല്ലാണ്ട് ചേനക്കാര്യം പറയുമ്പോഴും ഇങ്ങർക്ക് ആനക്കാരിയാ. പത്മിനേച്ച് കമ്പനി വിടുമ്പോ കമലയ്ക്ക് 4 വയസ്സാ, ശോഭയ്ക്ക് 3 വയസ്സും സുധിക്ക് 11. ഏതായാലും ഞാൻ ആരെയും മറന്നിട്ടില്ല. കണ്ണൂർ ഭാസ്കരൻ പറഞ്ഞപ്പോഴാ സാബിന്റെ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. മാറ്റിൻ ഷോയ്ക്ക് മുമ്പ് എനിക്ക് എത്തണം. ഓപ്പണിംഗ് ഐറ്റം എന്റെതാ. വെരി ഗുഡ്. അയ്യോ ഇറങ്ങിയോ? ചായ കുടിച്ചിട്ട്? ചായ ഒന്നും വേണ്ട സുശീലാന്റി, എല്ലാരെയും കണ്ടപ്പോ തന്നെ വയറ് നിറഞ്ഞു. അത് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് തിന്നാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് മതി. തന്നെ അല്ല ഏറ് പടക്കം കൊണ്ടുപോ. ഇതാണ് ശോഭ. നീ അങ്ങ് വളർന്നുവല്ലേ, പെണ്ണായി പോയല്ലോടി. ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഉച്ചയ്ക്ക് ഊണുകൾ തന്നെ. അല്ല ചിക്കൻ ബിരിയാണി. ഇങ്ങനൊരു പകൽ. ലീലാമ്മച്ചേ, ഓ ആരാ ലീലാമ്മച്ചേ? ഗോവിന്ദന്റെ റൗട്ടിൽ ഇത്ര വലിയ കേമൻ? ഓ അതാ പത്മിനിയുടെ മോനാ. ഏത് പത്മിനിയുടെ? പണ്ട് ഇവിടെ ട്രിപ്പീസ്യത്തിൽ കളിച്ചിരുന്ന ഒരു പൗറുകാരി ഉണ്ടായിരുന്നു, ഒരു തലശ്ശേരിക്കാരി. ഒരു തമിഴനെ ആദ്യം കെട്ടിയത്. അവളുടെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് അയാൾ അവളെ ഇട്ടേച്ചു പോയി. അതിലുള്ളതാ. അത് ശരി. പണ്ട് ഞാഞ്ഞൂലിന് ഗർഭണ്ടായ പോലെ ഒരു ചെക്കനാ. ഇപ്പൊ ചെക്കൻ കയറി അങ്ങോട്ട് നന്നായി. എന്നിട്ട് ആരാണ്ട് പറഞ്ഞു സുധീർ മിശ്രയാണെന്ന്. സുധീർ മിശ്ര വലിയ ഫേമസ് കളിക്കാരനാ. ഏതാണ്ട് ഒരു മിശ്രയുടെ കൂടെ തന്നെയാ അവള് പോയത്. വലിയ കോടീശ്വരനാ. അയാള് ഡൽഹിയിലെങ്ങാണ്ട് വീടും വാങ്ങിക്കൊടുത്ത് പാർപ്പിച്ചിരിക്കുക. അത് ശരി. എന്നിട്ട് അയാളെ കിട്ടിയോ? കല്യാണൊന്നും കഴിച്ചിട്ടില്ല, അയാള് വെച്ചോണ്ടിരിക്കുക. ഇതിന് തൊലി വെളുപ്പുണ്ടേ. അയാളാ ചെക്കനെ റഷ്യയിലോ മലേഷ്യയിലോ കണ്ടു വിട്ടി സർക്കസ് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആർക്കറിയാ? എടേ നമ്മുടെ സുധാരം വന്ന് അറിഞ്ഞില്ലേ നീ? കണ്ടു കണ്ടു. എന്താ പത്രാസ്? അവൻ എന്താടി പത്രാസ് കാണിച്ച? രാജകമലിനെ ദിവസം 1000 റുപ്യ വെച്ചാ കിട്ടണേ. താമസവും ഭക്ഷണവും വേറെ. പിന്നെ പാൽപ്പനി ഇപ്പൊ നല്ല നിലയില. നില വല്ലവന്റെ കീപ്പായിരിക്കണതാ നില. പണ്ടാ മിശ്രനെ ഇപ്പോഴൊന്ന് കണ്ണു കാണിച്ചു നോക്കിയതാ, അയാള് വീണില്ല. ആന കുഴിയിൽ വീണ പോലെ വീണതാരാ? ശേഖരേട്ടൻ. അതാ പറഞ്ഞു, ഒക്കെ സമയം സമയം. എനിക്ക് ചെറിയൊരു ഓർമ്മയെ കിട്ടണുള്ളൂ. ഇവളന്ന് ചെറുതാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താരം കിട്ടിയ കമൽ അവനെ പിച്ച് കരയിക്കും. ചെറുപ്പത്തിൽ എന്തു പോരായിരുന്നറിയോ കമലയ്ക്ക്? എനിക്ക് അന്നും അതിനോട് പാവം തോന്നും. ഇന്നോ? ഇന്ന് അയാളെ കണ്ടപ്പോ എന്തൊരിളക്കമായിരുന്നു പെണ്ണിന്. മതി, ഇനി കിടന്നുറങ്ങാൻ നോക്ക്. എടി വനജെ, നീ കണ്ടിട്ടില്ലല്ലോ അയാളെ? എനിക്ക് കാണണ്ട. എന്താ ഇത്ര കാണാനുള്ളേ? ഈ വനജേച്ചിക്ക് ആരെ ഇഷ്ടാവില്ല. സാധനം നല്ല ഭംഗിയുണ്ടടി. ഭംഗിയുള്ളതിന്റെ ഒക്കെ പിന്നിലൊരു ചതിയുണ്ട്. റോസാപ്പൂ കാണാൻ നല്ലതാ, അത് പറിക്കാൻ ചെന്നല്ലേ കൈ മുള്ളുകൊള്ളും. ആലോചിച്ചു. നിനക്കയാളെ നേരത്തെ അറിയോ? ലൈറ്റ് കെടുത്തുന്നുണ്ടോ? എനിക്ക് ഉറങ്ങണം. ഇവക്കിതെന്താ? സർക്കസിലെങ്കിലും ജീവിക്കാം. അതൊരു ഭാഗ്യ. നമ്മളെ നോക്കി വളർത്തിയവരെ കൊണ്ടു നടക്കാനും നോക്കാനൊക്കെ പറ്റണത് ചില്ലറ കാര്യമൊന്നുമല്ല. അല്ല മോനെ, അവന്റെ കളി ഇതുവരെ ഒക്കെ കണ്ടിട്ടില്ലല്ലോ. അവനെ രാജ്കമൽ സർക്കസിലാ. അബുക്കെ ഞാൻ ഒരിക്കൽ കൊണ്ടേ കളി കാണിച്ചു തരാട്ടാ. അവനോട് ഇവിടെ വന്ന് കളിക്കാൻ പറ, ഇക്കാക്ക് കാണാലോ. അതെങ്ങനെയാണിക്ക? അവരൊക്കെ വലിയ കമ്പനിയിലല്ലേ കളിക്കൂ. മോളെ, ഇതിലും വലിയ കമ്പനി ഏതാ? നിങ്ങൾ വിളിക്കുക, അവൻ വരും. വിളിക്ക് മക്കളെ, അവൻ വരും. ചിരിച്ചോണ്ടിരിക്കണ്ട എനിക്ക്. നമുക്കോയി നോക്കാം. വേണോ? ആ വാ. വേണോ? വാന്ന്. വേണോ? ഇപ്പൊ പോയില് ശരിയാവില്ല. വേണോ? ആ വാന്ന്. വേണോ? ഇതെന്താ ഇത്? തീവണ്ടി കളിക്കണം. അവിടെ പോയി അവനെ കാണാന്ന്. നമുക്ക് പിന്നെ ദിവസം പകല് വന്നിട്ട് കാണാം അല്ലേ? ഇതെന്തിനാ ഇപ്പൊ പിന്നത്തേക്കാക്കണത്? അവൻ വരില്ല. അതിനോ നാണങ്ങിടും. ഇത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു ഹൂക്കം വരുന്നില്ലെങ്കിൽ വരണ്ട. നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ഡെയിലി 1000 റുപ്പീസ് പേയ്മെന്റ്, അതും റെഡി ക്യാഷ്. അത് വേണ്ടെന്ന് വെച്ച് നമുക്ക് എന്നാ എടുക്കോ? പിന്നെ എന്തിനാ കളി നിർത്തി നമ്മളിങ്ങോട്ട് പോന്നത്? അത് ഗോവിന്ദട്ടാ ശിഷ്യനല്ലേ, കടപ്പാട് മറക്കൂ. എന്ത് കടപ്പാട്? എത്രയോ കുട്ടികളെ ഇറക്കി, അതിൽ പലരും വലിയ കളിക്കാരായി. അതിന് ഞാനൊരു റീസൺ, ദാറ്റ്സ് ഓൾ. അല്ലാതെ കടപ്പാട് ആർക്ക്, ആരോട്, എന്തിന്?
സുധി ഗോവിന്ദ് സാബ് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വേണായിരുന്നു നോ 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 Yes. സാബെന്താ ഇവിടെ തന്റെ കളി കാണാൻ ഒരു കൊതി അല്ലേ അല്ലേ കൊള്ളാം. എന്നിട്ടെന്താ എന്നെ അറിയിക്കാതിരുന്നത്? ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം ഒന്നുമില്ല സുധി എനിക്ക് സംസാരിക്കാനുണ്ട്. ഏതായാലും ഷോ കാണാം. സംസാരിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിടുള്ളൂ. വേണ്ട വേണ്ട വേണം 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 മതി, ഇനി അധികം കഴിക്കണ്ടെന്ന്. Who are you talking, man? Yeah, what? I have nothing to lose. ലൂസ് ഇപ്പൊ എനിക്കാ. When I studied that standard, ആര്? I ran and joined circus company. That's I am. Govindatan. Gain so many, lose so many. പിന്നെയുള്ളത് കുറെ ശിഷ്യന്മാരാ. Like you. This fool become a great artist, but not bright. ബുദ്ധിയില്ല. എന്റെ കാലം തിരിഞ്ഞു നടന്നാ മതി എന്നാ മണ്ടൻ. എന്നാ വല്ല ഗുണമുള്ള കാലാണോ? Nothing. Broken leg. ഞാനൊരെണ്ണം കൂടി അടിക്കും. ഗോവിന്ദ് സാബ് ഇഷ്ടം പോലെ കഴിക്കും. ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. വിവരക്കേട് പറയല്ലേ ബാബു. നോൺസെൻസ്. അത് ശ്രുതിക്കാം. നടക്കില്ല. ശ്രുതി വരുന്ന പ്രശ്നമേ ഇല്ല അല്ലേ? പിന്നെ ഞാനും കമലയും പറഞ്ഞപ്പോ ചാടി പുറപ്പെട്ട എന്തിനാ? ഇപ്പൊ ഒന്നിനും നിറം മാറുന്ന പോലെയാ. ബാബു 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 എന്തിനാ ചൂടാവുന്നേ? പിന്നെന്താ ചെയ്യാ? അവിടുന്ന് പോരുമ്പോ സുധിയെ പുഷ്പം പോലെ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളാ.